നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്തായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ അടുത്ത് പറയാനുള്ളത് നമുക്ക് ടൈപ്പ് ഓഫ് ബീമാണ്. ടൈപ്പ് ഓഫ് ബീംസ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കാറ്റഗറി? റിയാക്ഷൻ കാണുക എന്നുള്ളതാണ് അടുത്ത കാറ്റഗറി. അപ്പോൾ റിയാക്ഷൻ കാണുന്നതിന് മുന്നേ ഏതൊക്കെ ടൈപ്പ് ബീം ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം? അപ്പോൾ ഒരു ഫിഗർ നോക്കാം. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടും ബി എന്ന് പറയുന്ന സപ്പോർട്ടും. ഈ ബീം ഇത് കണ്ടില്ലേ, ഇത് കണക്ട് ചെയ്യുന്നതാണ് ബീം എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, സ്മോൾ ലെറ്റർ എൽ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഈ കാണുന്ന ഡബ്ല്യു, ഈ ഒരു ബീം ക്യാരി ചെയ്യുന്നത് ഏതിലാണ്? എ എന്ന് പറയുന്ന സപ്പോർട്ടിലും ബി എന്ന് പറയുന്ന സപ്പോർട്ടിലും. അപ്പൊ ഇവിടെ വരുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേര് റിയാക്ഷൻ അറ്റ് എ, റിയാക്ഷൻ അറ്റ് ബി. അപ്പോൾ മനസ്സിലാക്കുക, സിംപ്ലി ആയിട്ട് ഈ ബീം രണ്ട് എൻഡിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സെക്കൻഡ് വൺ നോക്കുക, 2 കാന്റിലിവർ ബീം. കാന്റിലിവർ ബീം എന്താണ്? കാന്റിലിവർ ബീം അപ്പൊ കാന്റിലിവർ ബീമിനെ നോക്കുക, എ എന്ന് പറയുന്ന സപ്പോർട്ടും ബി എന്ന് പറയുന്ന ഒരു ഫ്രീ എൻഡും. ഇപ്പോൾ നോക്കുക, ഒരു എൻഡ്, ഇപ്പൊ ഇതിൽ 2 എൻഡുകൾ എന്താണ്? ഒരു ബീം ക്യാരി ചെയ്യുന്നത് 2 എൻഡിലാണ് ക്യാരി ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു. അടുത്തെന്ന് പറയുന്നത് കാന്റിലിവർ എന്ന് പറയുന്നത് ഒരു എൻഡ് എന്താണ്? ഫിക്സഡ് ആണ്. ഈ ഒരു ഹാച്ചിങ് കൊടുക്കുന്നത് ഫിക്സഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ്. അതർ എൻഡ് എന്താ? ഫ്രീ ആണ്. ഇങ്ങനത്തെ ബീമിനെയാണ് എന്ത്? കാന്റിലിവർ ബീം എന്ന് പറയാം. ഓക്കെ, അടുത്ത ബീമാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം ഇവിടെ നോക്കുക. ഓവർ ഹാങ്ങിങ് ബീം, അതായത് ഓവർ ഹാങ്ങിങ് ബീമിൽ ഒരു കാറ്റഗറി ഉണ്ട്. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ ഓവർ ഹാങ്ങിങ്, ഇതാണ് ഓവർ ഹാങ്ങിങ്. സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അവിടുന്ന് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എൽ സ്പാൻ ഉണ്ടെങ്കിൽ ഇത് ഒരു L1 എന്ന് പറയുന്നത് സ്പാൻ എന്ത് ചെയ്തു? ഒരു 3 മീറ്റർ 1 മീറ്ററിൽ എന്തെങ്കിലും കുറച്ച് അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് റൈറ്റ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ലെഫ്റ്റ് എന്തായിരിക്കും? അപ്പോൾ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീം ലെഫ്റ്റിലേക്കാണ് എന്ത്? ഓവർ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത്? ലെഫ്റ്റ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇതിൽ നിങ്ങൾക്ക് റിയാക്ഷൻ പഠിക്കുന്നതിൽ എന്ത് പഠിക്കാനില്ല? ഓവർ ഹാങ്ങിങ് ബീം എന്നുള്ള കാറ്റഗറിയിലുള്ള റിയാക്ഷൻ കാണാനില്ല. നമുക്കിപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് മാത്രമാണ് പഠിക്കാനുള്ളത്. സിംപ്ലി സപ്പോർട്ടഡിന്റെ റിയാക്ഷൻസ് RA കണ്ടെത്താനും അതുപോലെ തന്നെ RA കണ്ടെത്താനും ആൻഡ് RB കണ്ടെത്തുക. ഇത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ ബീം ഒന്ന് പരിചയപ്പെട്ടു, ഏതൊക്കെ ടൈപ്പ് ബീമാണുള്ളത് എന്നുള്ളത്. ഇതുപോലെ നമുക്ക് ലോഡ്, ഏതൊക്കെ ടൈപ്പ് ലോഡ് ആണെന്ന് ജസ്റ്റ് നോക്കാം. ടൈപ്പ് ഓഫ് ലോഡ്സ്. ടൈപ്പ് ഓഫ് ലോഡ്സ് ഏതൊക്കെ ടൈപ്പ് ലോഡുകളാണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ലോഡ്. ഫസ്റ്റ് വൺ പോയിന്റ് ലോഡ്. നമ്മളിത് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സപ്പോർട്ടും. ഇതിൽ വരുന്ന W, ഇതാണ് ഇവിടുത്തെ എന്ത്? പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ്. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഇതൊരു പോയിന്റ് ലോഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ലോഡ് എന്ന് പറയുന്നത് UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതാണ് UDL എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് W എന്ന് പറയുന്നത് അത്രയും ലോഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, W എന്ന് പറയുന്നത് അത്രയും ലോഡ്. അത് ന്യൂട്ടണിലാവാം, കിലോ ന്യൂട്ടണിലാവാം. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, പെർ മീറ്ററിലാണ് പറയുക. അതായത് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുമ്പോൾ എക്സാമ്പിൾ 10 കിലോ ന്യൂട്ടൺ
പെർ മീറ്റർ. അതായത് 1 മീറ്ററിൽ 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ എത്ര വരിക? 5 ഇൻറ്റു അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് UDL കേസിൽ വരിക. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ UVL, യൂണിഫോംലി വാരിയിങ് ലോഡ്. ഓക്കെ, യൂണിഫോംലി വാരിയിങ് ലോഡ്. യൂണിഫോംലി വാരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സപ്പോർട്ട്. എ എന്ന് പറയുന്നത് 2, എ എന്നൊരു സപ്പോർട്ടും ബി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടും. ഇതില് ഇതാണ് ലോഡ്സ്. ഇത് യൂണിഫോംലി വാരിയിങ്, അതായത് 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് യൂണിഫോംലി എന്ത് ചെയ്തു, വാരി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ W അല്ലെങ്കിൽ എത്രയാണോ ആ വാല്യൂ ആയിട്ട് മാറും. W കിലോ ന്യൂട്ടൺ, അത് എത്രയാണോ അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് യൂണിഫോംലി വാരിയിങ് ലോഡ്. നമുക്ക് റിയാക്ഷനിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒന്ന് പോയിന്റ് ലോഡും ഉണ്ടായിരിക്കും, ഒന്ന് UDL ഉണ്ടായിരിക്കും. ഈ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. ഈ 2 ലോഡ് ക്യാരി ചെയ്യുന്ന സമയത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് റിയാക്ഷൻസ് RA എത്ര വരും, അതേപോലെ തന്നെ RB എത്ര വരും, ഇത് കണ്ടെത്താനാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞുള്ള 3 സംഗതികളുണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം നോക്കാം. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3 കണ്ടീഷൻസ് ആണുള്ളത്. സിഗ്മ V ഈക്വൽ ടു 0, 2 സിഗ്മ H ഈക്വൽ ടു 0, 3 സിഗ്മ M ഈക്വൽ ടു 0. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് വെർട്ടിക്കലി ലോഡാണ്. ഓക്കെ, ഇപ്പൊ W ആയിക്കോട്ടെ. ഇവിടെ വരുന്ന വെർട്ടിക്കൽ ഏതൊക്കെയാണ്? ഒരു വെർട്ടിക്കൽ ലോഡാണ് ഇത്, വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക, വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്, ഇത് വെർട്ടിക്കൽ ലോഡാണ്. ഇങ്ങനെ ഇതൊക്കെ ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ പെടുത്താം? ലോഡിനെ ഫോഴ്സ് ആണ്, റിയാക്ഷൻസ് അവിടുത്തെ ഫോഴ്സ് ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ സം എന്ന് പറയുന്നത്, ആൾജിബ്രിക് സം എന്ന് പറയുന്നത് സിഗ്മ V ഈക്വൽ ടു 0 ആയിരിക്കും. മനസ്സിലാക്കുക, ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് ആരോ, ഇത് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഇതിന് നോക്കുക, രണ്ടും അപ്വേർഡ്, റിയാക്ഷൻസ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അപ്പൊ ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ, ഇതിന്റെ ടോപ്പിൽ നിന്ന് വരുന്ന താഴേക്ക് വരുന്ന ലോഡിന്റെയും ബോട്ടത്തിലേക്ക് നിന്ന് ടോപ്പിലേക്ക് പോകുന്ന ലോഡിന്റെയും സം എന്ന് പറയുന്നത്, അവിടുത്തെ ഫോഴ്സിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ H ഈക്വൽ 0. നമ്മളൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന എല്ലാ ഫോഴ്സിന്റെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇങ്ങോട്ട് ഹൊറിസോണ്ടലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതിൽ ഈ കണ്ടീഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് സിഗ്മ M ഈക്വൽ ടു 0. സിഗ്മ M ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഏതൊരു പോയിന്റ്, ഈ ഒരു പോയിന്റ് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ആൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഇവിടുന്ന് മൊമെന്റ് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെന്ത്, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ട്, ഇവിടെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടാവും. അങ്ങനെ ഇതിന്റെ എല്ലാം കൂടി സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ 2 കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സിഗ്മ V ഈക്വൽ ടു 0, സിഗ്മ M ഈക്വൽ ടു 0. ഈ 2 കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആണ് ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. അവിടെ നോക്കുക, ഫസ്റ്റ് കേസ് 1, അതായത് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് beam with point load. Simply supported with point load. അപ്പോൾ നമ്മൾ ആദ്യം സിംപ്ലി സപ്പോർട്ടർ വരച്ചു. അതിൽ പോയിന്റ് ലോഡ് മിഡ് സ്പാനിലാണ് ആക്ട് ചെയ്യുന്നത്, അതായത് പകുതിയിലാണ്, മിഡ് സ്പാനിലാണ് ആക്ട് ചെയ്യുന്നത്. W എന്ന് പറയുന്ന ലോഡാണ്. ഓക്കെ, ക്യാപിറ്റൽ W. A എന്ന് പറയുന്ന സപ്പോർട്ട്, B എന്ന് പറയുന്ന സപ്പോർട്ട്, ഇത് RA, ഇത് RB. എന്താ മീനിങ്?
ആർ എ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് എ, ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ അറ്റ് ബി. ഇവിടെ നോക്കുക, ഇതിന്റെ സ്പാന് ചെറിയൊരു ഡെറിവേഷൻ പോലെ എങ്ങനെയാണ് റിയാക്ഷൻ കാണുക എന്നുള്ളത് ചെറിയൊരു ഡെറിവേഷനിൽ നമുക്ക് ലെങ്ത് എൽ ആയിട്ട് കൺസിഡർ ചെയ്യുക, അവിടുത്തെ വരുന്ന ലോഡ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനൊക്കെ ശരിക്കും വാല്യൂസ് ഉണ്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇവിടെ എന്താ ഫസ്റ്റ് ചെയ്യുന്നത് നോക്കാം, നമ്മുടെ കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കുറച്ചു മുന്നേ പറഞ്ഞ സംഗതി, സിഗ്മ വി ഈക്വൽ ടു 0. ഇവിടെ വരുന്ന എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിന്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, അപ്വേർഡ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടായിരിക്കും അല്ലെ, ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ഒരു സൈഡിൽ എന്ത് ചെയ്യാം, അപ്വേർഡ് ഫോഴ്സസ് ഈക്വൽ ടു ഒരു സൈഡിൽ എഴുതുക. ഇനി മറ്റേ സൈഡിൽ എന്താ ഉള്ളത്? ഡൗൺവാർഡിക്കുള്ള ഫോഴ്സ് ഡബ്ല്യു. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആക്കി എഴുതി. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? നമ്മൾ രണ്ട് കണ്ടീഷനെ എടുക്കുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 ആണ്, ഒന്ന് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആണ്. സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് മൊമെന്റ് എടുക്കുക. ഒന്നെങ്കിൽ ഇവിടുന്ന് മൊമെന്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൊമെന്റ് എടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് മൊമെന്റ്. എന്താണ് മൊമെന്റ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. അപ്പോൾ ഒരു ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾ ഇവിടുന്ന് എ ആണ് കൺസിഡർ ചെയ്യുന്നത് നോക്കുക. മൊമെന്റ് ടൈക്കൺ ഫ്രം എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന ഈ പോയിന്റ് വെച്ചിട്ട് ഡബ്ല്യു എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എ എന്നുള്ള പോയിന്റിൽ ആർ ബി എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക? ആർ ബി റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഈക്വൽ എന്നുള്ളതിന്റെ ഒരു സൈഡിൽ നമുക്ക് ആൾജിബ്രിക് സം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആൾജിബ്രിക് സം എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ആന്റി ക്ലോക്ക് വൈസ് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടും ക്ലോക്ക് വൈസ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടും ക്ലോക്ക് വൈസ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, മൊമെന്റ് ഈ പോയിന്റിൽ നിന്നുള്ള മൊമെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പോസിറ്റീവിൽ എഴുതാം നമുക്ക്. ആർ ബി എന്ന് പറയുന്ന ഫോഴ്സിലേക്ക് എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? എൽ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, എൽ ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റിൽ നിന്ന് ആർ ബി എന്നുള്ള ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എൽ. അത് മൈനസ്, എന്തുകൊണ്ട് മൈനസ് എഴുതി? ഇവിടെ എഴുതിയത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെന്ന് നോക്കുക. ഡബ്ല്യു എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്. വിത്ത് റെസ്പെക്ട് ടു എയിലാവുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡബ്ല്യു ഇൻറ്റു അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മിഡ് സ്പാൻ ആണ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എൽ ആണ് സ്പാൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എന്തായിരിക്കും? L/2. അപ്പൊ ഡബ്ല്യു ഇൻറ്റു L/2 ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് കണ്ടീഷൻ. സിഗ്മ എം ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ആർ ബി ഇൻറ്റു എൽ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു L/2 നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക, 0ന്റെ ആ സൈഡിലേക്ക് /2 എന്ന് വരും. ഇനി ആർ ബി ഈക്വൽ ടു എന്ത് വരും? എല്ലിനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, ഡബ്ല്യു ഇൻറ്റു L/2 ഡിവൈഡഡ് ബൈ എല്ലും ക്യാൻസൽ ആയി, ബാക്കി എന്താ ഉണ്ടാവുക? W/2. ഇനി എന്ത് കാണണം? ആർ ബി കിട്ടിയപ്പോ ഇനി ആർ എ കാണണം. അപ്പൊ എന്ത് ചെയ്യാ? ഇക്വേഷൻ നമ്പർ 1 ആർ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഡബ്ല്യു ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എ പ്ലസ് W/2 ആർ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, W/2 എന്നുള്ള ഇവിടെ കൊടുക്കുക, ഈക്വൽ ടു എന്താണ്? ഡബ്ല്യു. അങ്ങനെയാണെന്ന് വെച്ചാൽ ആർ എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഈ പ്ലസ് W/2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് W/2 ഇസ് ഈക്വൽ ടു W/2. കാരണം എന്താ? W/2 W/2 ആഡ് ചെയ്താലാണ് W കിട്ടുക. അപ്പോൾ ഡബ്ല്യൂയിൽ നിന്ന് W/2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ W/2 കിട്ടും. ഇതാണ് ഇപ്പോൾ കറക്റ്റ് സെൻട്രലിൽ മിഡ് സ്പാനിൽ ആക്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഈക്വൽ ആണ് വരിക. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്കും ബി എന്ന് പറയുന്ന സപ്പോർട്ടിലേക്കും കറക്റ്റ് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് സെൻട്രൽ ആയതുകൊണ്ടാണ്. ഇനി കുറച്ച് ഇപ്പുറത്തായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
ഇങ്ങോട്ടാണ് കുറച്ച് കൂടുതലായിട്ട് വരിക. കാരണം ഡിസ്റ്റൻസ് വളരെ കുറവ് ഇവിടെയാണ്. അതുകൊണ്ട് ലോഡ് കുറച്ച് ആറേ കൂടും, ഇവിടെ കുറയും. പക്ഷേ മെത്തേഡ്സിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സിഗ്മ ബി ചെയ്യുക, സിഗ്മ എം ചെയ്യുക.